CPIM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ പരസ്യ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി എ പത്മകുമാർ. പാർട്ടിക്കാരൻ എന്ന നിലയിൽ തന്റെ പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് 24-നോട് പത്മകുമാറിന്റെ പ്രതികരണം. AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിന് പിന്നാലെയാണ് പത്മകുമാർ നിലപാടിൽ അയവ് വരുത്തിയത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് മുൻപ് പത്മകുമാറിനെ വരുതിയിലാക്കിയിരിക്കുകയാണ് CPIM. AK ബാലൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പത്മകുമാറുമായി സംസാരിച്ചിരുന്നു. ഇതോടെയാണ് പത്മകുമാർ നിലപാട് മയപ്പെടുത്തിയത്. അച്ചടക്കമുള്ള കേഡർ എന്ന നിലയിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്ന് എ പത്മകുമാർ 24-നോട്. പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ മറ്റൊരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ പേര് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. വീണ ജോർജിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമല്ല. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും അംഗീകരിക്കുമെന്നും പത്മകുമാർ. സാർ, വീണ ജോർജ്, ഞാനൊരിക്കലും വീണ ജോർജിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കലല്ല. സാർ, വീണ ജോർജ് MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ആ പറഞ്ഞ കാര്യം വെളിയിൽ പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന മാധ്യമ വാർത്തകളും പത്മകുമാർ നിഷേധിച്ചു. പത്മകുമാർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. പല ഭാഗത്തും വരുന്നില്ല, ചില പ്രസ്താവന വന്നിട്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വിയോജിപ്പല്ല, അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു, അദ്ദേഹം തന്നെ തിരുത്തിയതൊക്കെ അല്ലേ. അതുപോലെ അതിന് വേണ്ടി ഞാനും. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിന്റെ പരാമർശങ്ങൾ പരിശോധിക്കുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കില്ല. AV ജയശങ്കർ, 24, പത്തനംതിട്ട.